Applications of first law of thermodynamics. First application is Mayer's relation Cp minus Cv equal to universal gas constant R. ഫസ്റ്റ് ലോസ് the application ആണ്. ഫസ്റ്റ് ലോ എന്താണ് നമുക്കറിയാം, dq equal to du plus dw, that is heat supplied to a system is equal to increase in its internal energy plus work done by the system. ഈ ലോ, ഈ ഫസ്റ്റ് ലോയുടെ ഫസ്റ്റ് ലോന്റെ ആപ്ലിക്കേഷൻ ആണ് നമ്മളിനി കാണാൻ പോകുന്നത്. ആദ്യത്തെ ആപ്ലിക്കേഷൻ ആണ് Mayer's relation. Mayer's relation is difference between specific heat capacities at constant pressure and constant volume is R. R എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 8.314 joules per mole per Kelvin ആണ്. Then Cp is heat capacity at constant pressure. Cv is heat capacity at constant volume. Cp minus Cv is equal to R. Cp ആണപ്പോൾ ലാർജർ ക്വാണ്ടിറ്റി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് Cp is greater than Cv. Cp minus Cv എന്ന് പറയുന്നത് R ആണ്, 8.314 joule per mole per Kelvin. Then അതാണ് ഈ റിലേഷൻ ആണ് നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ നിന്ന് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. Let internal energy of the system. Consider internal energy of the system. ഒരു സിസ്റ്റത്തിൻ്റെ internal energy കൺസിഡർ ചെയ്യാം. അതിന് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, internal energy is a state function. It depends on the variables such as pressure, volume and temperature at the state. ഒരു സ്റ്റേറ്റിലെ സ്റ്റേറ്റ് വേരിയബിൾസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇന്റേണൽ എനർജി. പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ആ സ്റ്റേറ്റിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളത് ഇന്റേണൽ എനർജി ചേഞ്ച് ഒന്നും വരത്തില്ല. ഇന്റേണൽ എനർജി ഇസ് എ ഫങ്ഷൻ ഓഫ് ദ വേരിയബിൾസ് ഓഫ് ദാറ്റ് സ്റ്റേറ്റ്. ആ സ്റ്റേറ്റിലെ വേരിയബിൾസിനെയാണ് ഇന്റേണൽ എനർജി ഡിപ്പെൻഡ് ചെയ്യുന്നത്. Any two variables of these three, that is pressure, volume and temperature, are sufficient to define state of the system. സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് ഡിഫൈൻ ചെയ്യുന്ന വേരിയബിൾസ് ആണ് പി, വിയും ടി എന്ന് പറഞ്ഞിരുന്നു. ഇന്റേണൽ എനർജി ഇസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ പ്രഷർ, വോളിയം ആൻഡ് ടെമ്പറേച്ചർ, ആൻഡ് എനി ടു വേരിയബിൾസ് ഓഫ് ദീസ് ത്രീ ക്യാൻ ബി യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ദ ഇന്റേണൽ എനർജി. That is, internal energy can be written as function of any two of these three variables. Let us write U as a function of volume and temperature. U state variables in a function ആണെന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ വോളിയത്തിൻ്റെയും ടെമ്പറേച്ചറിൻ്റെയും ഫംഗ്ഷൻ ആയിട്ട് തൽക്കാലം എഴുതാം. That is, U is function of വി ആൻഡ് ടി. ഏത് മൂന്ന് വേരിയബിൾസിൽ ഏത് രണ്ടെണ്ണെങ്കിലും എടുക്കാം. നമുക്ക് ഇപ്പോൾ വോളിയം ആൻഡ് ടെമ്പറേച്ചർ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. യു ആസ് എ ഫംഗ്ഷൻ ഓഫ് വി ആൻഡ് ടി. ലെറ്റ് us name this as equation number 1. Now take differential of equation number 1. 1ൻ്റെ ഡെറിവേറ്റീവ് ഡിഫറൻഷ്യൽ എടുത്തിരിക്കുകയാണ്. കംപ്ലീറ്റ് ഡിഫറൻഷ്യൽ du. Since u depends on v and t, we have to take partial differentials of u with respect to t, keeping v constant, and then add it with the partial derivative of u with respect to v, keeping t constant. അതാണ് ഫസ്റ്റ്. സെക്കൻഡ് ഇക്വേഷൻ, അതായത് യുവിനെ നമ്മൾ ഫുൾ ഡിഫറൻഷ്യലായിട്ട് എഴുതിയിരിക്കുകയാണ്, ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. യു എന്ന് പറയുന്നത് രണ്ട് വേരിയബിൾസിൻ്റെ ഫംഗ്ഷനാണ്, പിയുടെയും ടിയുടെയും. Therefore we have to take a partial derivative. ഡോ റെപ്രസെൻ്റ് ചെയ്യുന്നത് പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. ആദ്യം നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കും. യു വിത്ത് റെസ്പെക്ട് ടു ടി, ടി വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യും, കീപ്പിംഗ് വി കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഡി ടി പ്ലസ് then we take differentiate u with respect to v keeping t constant.
into dV. ഇതാണ് full derivative of the internal energy. Then by first law of thermodynamics, dq equal to du plus pdv. pdv എന്ന് പറഞ്ഞാൽ dw ആണ്, വർക്ക് ഡൺ ആണ്. pdv is dw ആണ് pdv എന്ന് പറയുന്നത്. This is first law. Then substitute equation 3 in 2. 2 in 3. Substitute 2 in 3. Substitute equation 2 in 3. അതായത് ഈ ഫസ്റ്റ് ലോയിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, du സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. ഡിയുടെ വാല്യൂ നമ്മൾ കണ്ടു, അത് നമ്മൾ ഫസ്റ്റ് റോയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. ദാറ്റ് ഈസ് dq ഈക്വൽ ടു du ആണ് ഈ ടേം എന്ന് പറയുന്നത്, ഡോ യു ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് വി ഡി ടി, ഡോ യു ബൈ ഡോ വി അറ്റ് കോൺസ്റ്റന്റ് ടി ഡി വി പ്ലസ് ദിസ് പി ഡി വി വർക്ക് ഡൺ. Dividing both sides of that equation with respect to dt. നമ്മുടെ ഇവിടെ dq ഉണ്ടായിരുന്നു, dq ആണ് du plus pdv എന്ന് എഴുതിയത്. അതിൽ നമ്മൾ du സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. du എന്ന് പറയുന്നത് ഡോ യു ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് വി ഡി ടി പ്ലസ് ഡോ യു ബൈ ഡോ വി അറ്റ് കോൺസ്റ്റന്റ് വി ടി ഡി വി പ്ലസ് പി ഡി വി. അതിൽ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്, ഡിവൈഡഡ് both sides with respect to dt. with dt dt വെച്ച് ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഡിവൈഡ് ചെയ്തു. അപ്പോൾ dq ബൈ dt, ഇവിടെ ഒരു dt ഉണ്ടായിരുന്നു, ഈ ടേമിൽ ഒരു dt ഉണ്ടായിരുന്നു. ദാറ്റ് dt ഗോട്ട്സ് ക്യാൻസൽ ബൈ ഡിനോമിനേറ്റർ, therefore ഡോ യു ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് v പ്ലസ് ഡോ യു ബൈ ഡോ വി അറ്റ് കോൺസ്റ്റന്റ് t ഇൻറ്റു ഡി വി ഇവിടെ ഉണ്ടായിരുന്നു, ഡി വി ബൈ ഡി ടി ഡിവൈഡ് ബൈ ഡി ടി ചെയ്തതാണ്, പ്ലസ് പി ഡി വി ഇവിടെ ഉണ്ടായിരുന്നു, പി ഡി വി ബൈ ഡി ടി ചെയ്തു. നൗ ദിസ് ഇസ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് വി പ്ലസ് ഇവിടെ കോമൺ ആയിട്ട് ഈ രണ്ട് ടേമിലും ഡി വി ബൈ ഡി ടി ഉണ്ട്. അപ്പം ഞാൻ അതിന് കോമൺ ആയിട്ട് ഈ ടേംസിന് എടുത്തു. therefore inside the bracket there is ഡോ യു ബൈ ഡോ വി അറ്റ് കോൺസ്റ്റന്റ് ടി പ്ലസ് പി into ബ്രാക്കറ്റിന് പുറത്ത് കോമൺ ആയിട്ടുള്ള ഡി വി ബൈ ഡി ടി ആൻഡ് നെയിം ദിസ്, ദാറ്റ്സ് ഇക്വേഷൻ നമ്പർ 4. ഇക്വേഷൻ നമ്പർ 4 ആണ്. നൗ ഇഫ് ദ ഗ്യാസ് ഇസ് ഹീറ്റഡ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം, ഈ സിസ്റ്റത്തിനെ നമ്മൾ കോൺസ്റ്റന്റ് വോളിയത്തിൽ ഹീറ്റ് ചെയ്യുകയാണ്. then we know that dq by dt at constant volume is cv, specific heat capacity at constant volume. ഇതെല്ലാം യൂണിറ്റ് മാസിന്റെ കേസാണ്. നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത് യൂണിറ്റ് മാസ് ഓഫ് ഗ്യാസ് ആണ്. അപ്പോൾ dq by dt at constant volume will be equal to specific heat capacity at constant volume cv, and at constant volume change in volume is 0. therefore this term dv by dt becomes 0. ഈ ഇക്വേഷൻ മൊത്തത്തിൽ നമ്മൾ കോൺസ്റ്റന്റ് വോളിയത്തിലുള്ള ഒരു പ്രോസസ് ആണ് എന്ന് കൺസിഡർ ചെയ്താൽ that equation 4 will become dq by dt at constant volume equal to, ഇവിടെ ഈ ഒരു ടേം ആണ് വരുന്നത്, ഡോ യു ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. നമ്മൾ നേരത്തെ പറഞ്ഞു dq by dt at constant volume എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ഈക്വൽ ടു സി വി. നമുക്ക് ഡോ യു ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയത്തിന് സി വി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി നമ്മൾ ഇത് ജനറൽ പ്രോസസ്സിൽ ഈ കണ്ടുപിടിച്ച കാര്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. അതായത് ഈ ഒരു ടേമിന് പകരം നമുക്കിത് കോൺസ്റ്റന്റ് വോളിയത്തിലെ ടേം ആണല്ലോ, ഈ ഒരു ടേമിന് പകരം നമുക്ക് സി വി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ ഡോ യു ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയം ഇസ് ഈക്വൽ ടു സി വി. Substitute this equation in equation number 4. ആദ്യത്തെ ഇക്വേഷനിലേക്ക് നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ dq by dt will be equal to
ഡോ യു ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയം ആയിരുന്നു ഇവിടെ, ദാറ്റ് ഈസ് ഈക്വൽ ടു സി വി പ്ലസ് ഡോ യു ബൈ ഡോ ടി ഡോ വി അറ്റ് കോൺസ്റ്റന്റ് ടി പ്ലസ് പി ഇൻറ്റു ഡി വി ബൈ ഡി ടി. ആ ഇക്വേഷൻ തന്നെയാണ് ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തു എന്നുള്ളൂ. Then let us consider the gas is heated at constant pressure. ഈ പ്രോസസ് നടക്കുന്നത്, the whole process is taking place at constant pressure എന്ന കണ്ടീഷനിലാണെങ്കിൽ we can write left hand side of the equation dq by dt at constant pressure as Cp, that is specific heat capacity at constant pressure. Let this be equation number 7. Now substituting equation 7 in the above, that is the equation 6. 7-നെ നമ്മൾ 6-ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സി പി ഈക്വൽ ടു സി വി പ്ലസ് ബാക്കിയുള്ള ടേംസ് എന്താണ്? ഡോ യു ബൈ ഡോ വി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്ലസ് പ്രഷർ